വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് അച്ഛനെ തൊഴിൽചിയിൽ നിന്നും വിലക്കിയെന്ന് പരാതി. മുള്ളൻകൊല്ലി 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CR വിഷ്ണുവിന്റെ പിതാവിനെ വിലക്കിയതായിട്ടാണ് പരാതി. INTUC യൂണിയൻ തൊഴിലാളിയായ രാജനെയാണ് നേതൃത്വം വിലക്കിയത്. ഇന്ന് രാവിലെ അച്ഛൻ പണിക്ക് വന്ന സമയത്ത് അച്ഛനെ പണിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചോദിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ LDFന്റെ 18-ാം വാർഡ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോമിനേഷൻ പിൻവലിക്കണം, അല്ലെങ്കിൽ അച്ഛനെ പണിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു പറഞ്ഞിട്ട് ഇന്ന് രാവിലെ മുതൽ അച്ഛനെ ഭീഷണിപ്പെടുത്താണ്. ഇപ്പോൾ പണിക്ക് വന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിക്കാണ്, പണിക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ഞാൻ കാണുന്ന കാലം അച്ഛൻ INTUCന്റെ തൊഴിലാളിയാണ്. അച്ഛൻ അതിലാണ് പണിയെടുക്കുന്നത്. 10-22 വർഷമായിട്ട് ഞാൻ ഈ INTUC തൊഴിലാളിയാണ്. ഞാൻ ലോഡിങ്ങിൽ INTUC തൊഴിലാളിയായിട്ട് ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ ഇവർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മകൻ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ 18-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവൻ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞു നിങ്ങൾ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പണിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പണി സ്ഥലത്ത് വന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞങ്ങളുടെ ടേൺ മൂപ്പൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, രാജൻ പണിക്ക് പോകണ്ട, ഞാനൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ്, ഞാൻ പറയുന്നത് മാത്രം അങ്ങ് അനുസരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, വിചിത്രമായ സംഭവമാണ്. മകൻ സ്ഥാനാർത്ഥിയെങ്കിൽ അച്ഛന് ജോലിയില്ല. എന്താണ് INTUCയുടെ പ്രതികരണം? സ്മൃതി, നിലവിൽ INTUCയുടെ പ്രാദേശിക നേതൃത്വവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ മുള്ളൻകൊല്ലി 18-ാം വാർഡിലാണ് LDF സ്ഥാനാർത്ഥിയായി ഇപ്പോൾ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിഷ്ണുവിനെ മത്സരിക്കുവാൻ വേണ്ടി CPM സ്ഥാനാർത്ഥിയായി നിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ വിഷ്ണുവിന്റെ അച്ഛനാണ് INTUCയുടെ യൂണിയൻ തൊഴിലാളിയായിട്ടുള്ള രാജൻ. അദ്ദേഹം 22 വർഷമായി INTUCയുടെ പ്രവർത്തകനാണ്. മകൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നത് അറിഞ്ഞ സമയം മുതൽ തന്നെ ഈ പ്രാദേശികമായിട്ടുള്ള INTUC നേതൃത്വവും കോൺഗ്രസ് നേതൃത്വം അടക്കമുള്ള ആളുകൾ അച്ഛനെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് വിലക്കി എന്നുള്ള പ്രതികരണമാണ് നേരത്തെ ഈ രാജൻ നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം മകനായ വിഷ്ണുവിനോടും ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ജോലിക്ക് ഈ രാജൻ എത്തിയ സമയത്ത് INTUC പ്രവർത്തകർ തടയുകയായിരുന്നു. മകനെ സ്ഥാനാർത്ഥിയാക്കിയതിനാലാണ് തന്നെ വിലക്കിയതെന്ന് രാജൻ പറയുന്നുണ്ട്. ഇതുവരെ, അതായത് 22 വർഷമായി അദ്ദേഹം INTUCയുടെ പ്രവർത്തകനാണ്. ഇതുവരെ INTUCക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ല. മകന്റെ രാഷ്ട്രീയം മകന്റെ സ്വാതന്ത്ര്യമാണെന്നാണ് രാജൻ പറയുന്നത്. ഏതായാലും INTUC പ്രവർത്തകരുടെ അടക്കം നമുക്ക് കൂടുതൽ പ്രതികരണം തേടേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിക്കുമെന്നാണ് കരുതുന്നത്. സ്മൃതി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. INTUC തൊഴിലാളിയായ രാജനെ തൊഴിൽ നിന്ന് വിലക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ദീപക്, അപ്പോൾ രാജൻ ഇന്ന് ജോലിയില്ലാതെ മടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? മുള്ളൻകൊല്ലിയിലാണ് ഈ അസാധാരണ വിലക്കുണ്ടായിരിക്കുന്നത്. വയനാട് മുള്ളൻകൊല്ലിയിലെ മകൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് അച്ഛന് തൊഴിൽ നിഷേധമുണ്ടായിരിക്കുന്നത്. മുള്ളൻകൊല്ലി 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CR വിഷ്ണുവിന്റെ പിതാവിനെ വിലക്കിയെന്നാണ് പരാതി. INTUC യൂണിയൻ തൊഴിലാളിയായ രാജനെ നേതൃത്വം വിലക്കിയായിരുന്നു. മകൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജോലിക്ക് വരണ്ട എന്നാണ് അച്ഛനോട് പറഞ്ഞതെന്നാണ് INTUCയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്.